ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. നമുക്ക് ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു നല്ല ഗ്ലോ ഒക്കെ മെല്ലെ കുറഞ്ഞ് ഒരു ഡൾനെസ് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ സ്കിന്നിൽ ചെറിയ ചെറിയ ഫൈൻ ലൈൻസ് ഒക്കെ വന്നു തുടങ്ങും. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ബോഡിയിലുള്ള കൊളാജൻ പ്രൊഡക്ഷൻ കുറയുന്നത് മൂലമാണ്. നമുക്കൊരു 25 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നാച്ചുറലി നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കൊളാജൻ പ്രൊഡക്ഷൻ എങ്ങനെ ഭക്ഷണത്തിലൂടെ കൂട്ടാൻ നോക്കാം. നമുക്ക് കൊളാജൻ നമുക്ക് സ്കിന്നിന് മാത്രമല്ല നല്ലൊരു ഹെൽത്തി ഹെയറിനും അതുപോലെ തന്നെ നെയിൽസൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കണമെങ്കിലും നമുക്ക് കൊളാജൻ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിൻ്റെ ശരിയായ മൂവ്മെൻറ്റ്സിന്, ബോൺസിൻ്റെ സ്ട്രെങ്ത്തിന്, അതുപോലെ നമ്മുടെ ഓർഗൻസൊക്കെ ശരിയായ സ്ട്രക്ചറിലും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും ഒക്കെ കൊളാജൻ ആവശ്യമാണ്. നമുക്ക് കൊളാജനെ ഒരു സ്പ്രിങ് ആയിട്ട് കമ്പയർ ചെയ്യാം. ഒരു സ്പ്രിങ് നല്ലൊരു സ്പ്രിങ് ആണെങ്കിൽ അതിന് നല്ലൊരു ഫേംനെസ് ഉണ്ടാവും, അത് നല്ല സ്ട്രോങ് ആയിരിക്കും. നമ്മൾ വലിച്ചാൽ അത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ വരും, നല്ലൊരു എലാസ്റ്റിസിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സ്പ്രിങ് പോലെയാണ് കൊളാജൻ എന്ന് പറയുന്നത്, കൊളാജൻ ഉള്ള നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ആ സ്പ്രിങ് ആക്ഷൻ അതിൻ്റെ പോയി കഴിയുമ്പോൾ അതിൻ്റെ ആ ഫേംനെസ് പോവും, അതിൻ്റെ സ്ട്രെങ്ത്ത് പോവും, അതിൽ ചുളിവുകൾ മടക്കുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കൊളാജൻ ഇല്ലാത്ത ഒരു ബോഡി എന്ന് പറയുന്നത്. കൊളാജൻ കുറഞ്ഞു വരുമ്പോൾ സംഭവിക്കുന്നത് ഇതുപോലെയാണ്. അതായത് ആ ഒരു സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ പോകുന്ന പോലെയാണ് നമ്മുടെ ബോഡിയിൽ കൊളാജൻ കുറയുമ്പോൾ പറ്റുന്നത്. അപ്പോൾ കൊളാജൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനും ഹെയറിനും അതുപോലെ ഓവറോൾ ബോഡി സ്ട്രെങ്ത്തും ഫേംനെസ്സും എലാസ്റ്റിസിറ്റിയും ഒക്കെ കൂട്ടാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പ്രോട്ടീനിലുള്ള അമിനോ ആസിഡ്സും അതുപോലെ വിറ്റാമിൻ സിയും അതിൻ്റെ കൂടെ സിങ്കും കോപ്പറും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കൊളാജൻ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡാണ് ഈ കൊളാജൻ ബ്രേക്ക് ഡൗൺ ആയി ഡാമേജ് ആയി പോകുന്നത് തടയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് പ്രോട്ടീൻ വേണം, അതുപോലെ വിറ്റാമിൻ സി വേണം, സിങ്ക്, കോപ്പർ, അതുപോലെ ഒമേഗ 3. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനും അത് ബ്രേക്ക് ഡൗൺ ആവുന്നത് കുറക്കാനും ഒക്കെ വേണ്ടിയിട്ട് വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് 5 സീഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് കഴിക്കുന്നത് മൂലം നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ചിയാ സീഡാണ്. ചിയാ സീഡിൽ ധാരാളമായിട്ട് ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിയാ സീഡ്സ് നമുക്ക് ഒമേഗ 3 അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കൊളാജൻ്റെ ബ്രേക്ക് ഡൗൺ തടയുകയും കൊളാജൻ ഡാമേജ് തടയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുമൂലം തന്നെ നല്ലൊരു ഗ്ലോ വരുത്താനും സ്കിന്നിന് സെല്ല് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനും ഒക്കെ ചിയാ സീഡ്സ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡിലും ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ ലിഗ്നൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിൻ സെൽസിൽ ഉണ്ടാകുന്ന ഡാമേജിനെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലാക്സ് സീഡ് നമ്മുടെ റിങ്കിൾസ് ഒക്കെ കുറക്കാൻ വളരെ നല്ലതാണ്. അടുത്ത മൂന്നാമത്തെ സീഡ് എന്ന് പറയുന്നത് പംകിൻ സീഡാണ്. പംകിൻ സീഡിൽ ധാരാളമായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സിങ്ക് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പംകിൻ സീഡ് കഴിക്കുന്നത് മൂലം സാധിക്കും. അപ്പോൾ ഈ ഒരു പംകിൻ സീഡ് നമ്മുടെ ആക്നെ മാർക്സ് ഒക്കെ കുറക്കാനും വളരെ നല്ലതാണ്. ആക്നെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാൻ, പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അടുത്ത നാലാമത്തെ ഒരു സീഡ് എന്ന് പറയുന്നത് സൺഫ്ലവർ സീഡാണ്. സൺഫ്ലവർ സീഡിൽ ധാരാളമായിട്ട് കോപ്പർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഇ സെൽ ഡാമേജ് ഒക്കെ തടയാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു കോപ്പർ എന്ന് പറയുന്നത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ കൂട്ടാനും നല്ലതാണ്. അതുകൊണ്ട് തന്നെ സൺഫ്ലവർ സീഡും നമുക്ക് നല്ലൊരു ഫേം ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എള്ളാണ്, കറുത്ത എള്ള്. ഇതിൽ സിങ്കും കോപ്പറും അതുപോലെ തന്നെ കാൽസ്യവും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിങ്കും കോപ്പറും നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ ആവശ്യമാണ്. അതുപോലെ നമുക്ക് കാൽസ്യം ബോൺസിൻ്റെ ഒക്കെ സ്ട്രെങ്ത് കൂട്ടാൻ നല്ലതാണ്. അപ്പോൾ ഈ ഒരു എള്ളും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കൂടുന്നതാണ്. അപ്പോൾ ഈ എള്ളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ 5 സീഡ്സാണ് നമ്മൾ
ഭക്ഷണത്തിൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നമുക്ക് ഡെയിലി കഴിക്കാം. അതിൽ കൂടാതെ നോക്കുക, ഒരുപാട് നല്ലതാണെന്ന് വെച്ച് ഒരുപാട് കഴിക്കരുത്. 1-2 ടേബിൾ സ്പൂൺ കഴിക്കാം. അത് നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ചിയാ സീഡൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് സോക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് ഒരു ബൗൾ തൈരിലോട്ട് നമുക്ക് ഈ ഒരു സീഡ്സിൻ്റെ മിക്സ് ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കതിന് പ്രത്യേകിച്ച് വ്യത്യാസമുള്ള ടേസ്റ്റ് ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. നമുക്കത് ഒന്നിച്ച് കഴിക്കാനും പറ്റും. അങ്ങനെ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് പ്രോട്ടീനും കിട്ടി, അതുപോലെ തന്നെ ഈ സീഡ്സിലുള്ള ബാക്കി സിങ്ക്, കോപ്പർ പോലുള്ള കാര്യങ്ങളും omega-3 ഫാറ്റി ആസിഡ്സും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ തൈരിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിറ്റാമിൻ സി ഡെയിലി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു നെല്ലിക്കയെങ്കിലും ഡെയിലി കഴിക്കുക, അല്ലെങ്കിൽ പേരക്ക കഴിക്കാം, ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ നമ്മൾ പ്രോട്ടീനിലുള്ള അമിനോ ആസിഡ്സും വിറ്റാമിൻ സിയും ചേർന്നിട്ടാണ് നമ്മൾ കൊളാജൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിറ്റാമിൻ സി ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി ഡെയിലി ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇത് അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കൊളാജൻ ബ്രേക്ക് ഡൗൺ കൂട്ടാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന് UV റേസ് ആണ്. UV റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം. ഒരുപാട് എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊളാജൻ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി പോകുന്നതാണ്. അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് ഉള്ളവർക്കും കൊളാജൻ കുറഞ്ഞു വരും. അപ്പോൾ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡിൻ്റെ മിതോപയോഗമാണ്. അത് വളരെ ലിമിറ്റ് ചെയ്യുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ 4-മത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഷുഗറിൻ്റെ അമിതോപയോഗമാണ്. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷുഗറിൻ്റെ ഉപയോഗം, വൈറ്റ് ഷുഗറിൻ്റെ ഒക്കെ ഉപയോഗം കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കൂടുകയും ഉള്ള കൊളാജൻ നഷ്ടപ്പെടാതെ അതിൻ്റെ പ്രോസസ്സ് വളരെ സ്ലോ ആവുകയും ചെയ്യുമ്പോൾ നമുക്ക് റിങ്കിൾ ഫ്രീ ആയിട്ടും അതുപോലെ ഫൈൻ ലൈൻസ് ഒക്കെ കുറഞ്ഞ് സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് ഹെൽത്തി ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്ലോ ഒക്കെ ഉണ്ടാവാൻ, അതായത് കുറഞ്ഞു വരുന്നത് തടയാൻ വേണ്ടിയിട്ടും ഈ ഒരു കൊളാജൻ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സീഡ്സ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.